പഞ്ചാമൃതം തേട്. കുഞ്ഞാറ്റയുടെ അത്ര പെർഫെക്റ്റ് ആയില്ല കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങോട്ട് കയറി അതെ അതെ. ഒരു പക്ഷേ ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിൽ പാടി. ഭക്തിയിലലിഞ്ഞ മാന്ത്രിക ശബ്ദവുമായി സുഭദ്ര രീതിയിൽ പാടി. ഫോക്ക് സാധനങ്ങള് സുഭദ്രക്കുട്ടി കഴിഞ്ഞിട്ടേ ഇവിടെ ആരും. പെർഫോമൻസ് റൗണ്ട് എല്ലാരും ഭയങ്കര എനർജറ്റിക് ആവാൻ വേണ്ടി പെർഫോമൻസ് റൗണ്ട് വന്നിരിക്കുകയാണ്. സുഭദ്ര കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സുഭദ്ര ഓൺ സ്റ്റേജ്. സുന്ദരി, എന്തോ ഭയങ്കര ഐശ്വര്യം. താങ്ക് യു മുല്ലപ്പൊക്കെ വെച്ച് ചന്ദനൊക്കെ തൊട്ട് സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ചൂടി ഭസ്മ ചന്ദനമൊക്കെ തൊട്ട് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? പാട്ടിന് ആ അത്രക്ക് ചേരൂലെങ്കിലും ആ അത്യാവശ്യം ഇതാണ് നല്ലത്. കുഞ്ഞാറ്റയ്ക്ക് എന്തായാലും ചേരുന്ന നന്നായിട്ട് വേഷമാണ്. ചേരുന്നുണ്ട്. അതെ. പാട്ടിന് ചേരുമെന്നുള്ള ഏത് പാട്ടാന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റും. ആറുമുഖൻ. വെറുതെ അല്ല, വേഗം പാടിക്കോ, ഒന്നും പറയണ്ട. അതെ. നമ്മുടെ റിമി ടോമിയുടെ അതെ. റിമു മോൾ റിമിമോളുടെ പാട്ടാ. എന്തുണ്ട് വിശേഷം? മൊത്തത്തിൽ എല്ലാരും എന്ത് പറയുന്നു? ഇവിടെ നിന്ന് ഒരാഴ്ച ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ പോയി. നാട്ടിൽ പോയി. പോയപ്പോ ആരെയൊക്കെ കണ്ടു? അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു? സ്കൂളില് കൂട്ടുകാരെ കണ്ടു. കൂട്ടുകാരെ നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. ടീച്ചർമാര് ടീച്ചർമാരെ കണ്ടു. പിന്നെ വിഷമമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? അച്ഛന് ട്രാൻസ്ഫർ ആയി മാവേലിക്കരക്കാണ്. അപ്പൊ ഇനി അങ്ങോട്ട് പോണോ? അയ്യോ. ഇപ്പൊ അങ്ങോട്ട് പോണം. കുഞ്ഞാറ്റയും പോവോ? ഇല്ല, ഞാൻ പോവില്ല. പോവരുത്. പാടണ്ടേ? അച്ഛനുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. ആണല്ലേ? ഒരു വിഷമാണ്. പിന്നെ മാവേലിക്കര കുറച്ച് ദൂരം ആയതുകൊണ്ട് അച്ഛനെ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതൊക്കെയാണ് വിശേഷങ്ങള്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമ്മൾ സങ്കടമായിട്ട് കാണണ്ട. നമ്മൾ അത്തരം കാര്യങ്ങളെ നമ്മൾ അതുമായിട്ട് സമരസപ്പെട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. 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 അപ്പൊ സങ്കടമില്ല കേട്ടോ. ആ. കുഞ്ഞാറ്റയ്ക്ക് സങ്കടമില്ല. കുഞ്ഞാറ്റയ്ക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം സങ്കടം. അതെ. അതെ. അത് പറ്റത്തില്ല. താങ്ക് യു. നോ സങ്കടം. ഡീറ്റെയിൽസ്. ഫിലിം മുല്ല. ഉം. വർഷം 2008. ഉം. ലിറിക്സ് വയലാർ ശരചന്ദ്രൻ സാറ്. മ്യൂസിക് വിദ്യാസാഗർ സാറ്. ഉം. പാടിയത് റിമി ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. All the Thank best. you. ഹര ഹരോ ഹര ഹര. ഉള്ളിലാളും ദുഃഖം മൂട് വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ
ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ താങ്ക് യു കോറസ് വെരി നൈസ്. താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സർ താങ്ക് യു ഏയ് കലകി. താങ്ക് യു സർ. ആറുമുഖൻ സ്വാമിയുടെ എല്ലാ അരുളും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളാരാണ്? ഞാൻ കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ. ഈ സ്പീഡുകളൊക്കെ മാറുന്നത് അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. പിന്നെ ആ തേട് എന്ന് പാടിയില്ലേ, അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഭയങ്കര ടെക്സ്ചർ ഉണ്ട്. Folkish സാധനം അല്ലേ? അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇടിച്ച് ഇങ്ങോട്ട് കയറി ഇടിച്ച് അതെ അതെ താങ്ക് യു. ഇടിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പാടുന്നത്? പഞ്ചാമൃതം തേട് ആ, ഒന്നുകൂടെ തേട് പാടിത്തരുമോ? ആ, അത് തന്നെ. അതെ അത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇല്ല, ഇല്ല, ഇല്ല. അതിന്റെ ഒരു, ആ. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയും നാട് മുരുകന്റെ പുകൾ പാട് ഉള്ളിലാളും ദുഃഖം മൂട് വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. അതെന്താ? തേടാ. ഏകദേശം എന്റെ എക്സാജറേഷൻ ആയി ഞാൻ പറഞ്ഞത് തേടാ. അത് പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. ട്രൈ നോക്കൂ. വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. കിട്ടുന്നുണ്ടോ? ആ, കിട്ടി. മധു കിട്ടിയോ? പഞ്ചാമൃതം തേട്. പക്ഷെ കുഞ്ഞാറ്റയുടെ അത്ര പെർഫെക്റ്റ് ആയില്ല കേട്ടോ. പക്ഷെ കുഞ്ഞാറ്റയുടെ തേട് നമുക്കൊന്നും പറ്റുന്നില്ല. അതെങ്ങനെയാ ഒന്നുകൂടി കേക്കട്ടെ. വള്ളിനാഥൻ തരും കാരുണ്യത്തിൻ പഞ്ചാമൃതം തേട്. ഇനി പഠിക്കേണ്ടി വരും. അതിന്റെ അതിൽ തന്നെ ഒരു മോഡുലേഷനാ. അതെ അതെ. അത് ആർക്കും പഠിക്കാൻ പറ്റൂല, പഠിപ്പിച്ചു കൊടുക്കാനും പറ്റൂല. അത് നമുക്ക് സ്വയം വരേണ്ടതാണ്. അങ്ങനെ സ്വയം വന്നിരിക്കുന്ന ഒരാളാണ് ആര്? കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ. വീണ്ടും ഈ വരികൾ മാറിപ്പോയിട്ടും വരികൾ ഒന്നും മാറിപ്പോയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് ആരാ? അതും കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ. പക്ഷെ അത് അടിപൊളിയാട്ടോ, അത് അടിപൊളിയാണ്. താങ്ക് യു. അത് അടിപൊളിയാണെന്ന് പറഞ്ഞില്ലേ? ആ, അത് അങ്കിളും പറയുന്നു ആ അടിപൊളിയാണ്. yes. അത് ആർക്കും മനസ്സിലാവാൻ പാടില്ല. ചേട്ടന് ഒരു സംശയം മാറിപ്പോയോ എന്നാണ് ചോദിച്ചത് അല്ലേ? അതെ. അരി മാറിപ്പോയപ്പോ ഞാൻ ഇടക്ക് അച്ഛനിട്ട് നോക്കി. ആ, മനസ്സിലായില്ല. അച്ഛനിട്ട് നോക്കിയത് അച്ഛനാണോ ഇതിന് കാരണക്കാരൻ എന്നുള്ളത്? ഇല്ല. പിന്നെ പോയത് അച്ഛന് ഞാൻ തെറ്റിയത് വിചാരിച്ച് മനസ്സിലാവും. അച്ഛൻ ഇങ്ങനെ നോക്കണ്ടാന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അച്ഛൻ ചിരിച്ചോണ്ടിരിക്കും. അച്ഛന് മനസ്സിലായില്ല അത്. മധു ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ടൈം. യെസ് യെസ്. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. താങ്ക് യു Yes. സർ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. അതിന്റെ തനതായ രീതിയിൽ ഒരു പക്ഷേ ഒറിജിനലിനോട് കിടപിടിക്കുന്ന രീതിയിൽ പാടി. യെസ്. താങ്ക് യു സർ. ആ ഒരു വരി മാറിപ്പോയതെന്നല്ലാതെ വേറൊന്നും എനിക്കൊന്നും തോന്നിയില്ല. വളരെ sir. നല്ല പെർഫെക്ഷനോട് കൂടി പാടി. താങ്ക് യു. സുഭദ്രക്കുട്ടിക്ക് പറ്റിയ ജോണറാണ് ഫോക്ക്. ഫോക്ക് സാധനങ്ങൾ സുഭദ്രക്കുട്ടി കഴിഞ്ഞിട്ടേ ഇവിടെ ആരുള്ളൂ. താങ്ക് യു. അത്ര അടിപൊളിയാണ്. താങ്ക് യു. അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പം പാടുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ഇത് അടിപൊളിയായിട്ട് കലക്കാൻ പാടിക്കൊണ്ടിരിക്കും. പോവാണ്. കലക്കില്ലേ? മീനുട്ടിക്ക് തോന്നും, എല്ലാവർക്കും അറിയാം ഇത് കലക്കാൻ പോവാന്ന് തോന്നും. പക്ഷെ എനിക്കൊരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ഈ ഫോക്ക് സാധനത്തു നിന്നൊന്ന് മാറ്റി വേറെ കുറച്ച് വേറെ genre. യെസ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കണം. Okay. ഓക്കെ, നമുക്ക് എല്ലാ ടൈപ്പ് സോങ്സും നമുക്ക് പാടാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോഴേ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഇത് തന്നെ ഈ പാടിക്കൊണ്ടിരിക്കും. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മുടെ ബെഡ്, നമ്മുടെ റൂം, നമ്മുടെ സൗകര്യങ്ങൾ, അതിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത് ചാടണം. പുറത്ത് ചാടണം. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം. വെരി ബിഗ് പോയിന്റ്. താങ്ക് യു. ഇപ്പൊ ഒരു 2 ലൈൻ നാടൻ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. ഓക്കെ. റെഡി, എല്ലാത്തിനും റെഡി. എല്ലാം റെഡി ആവള്. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. ആ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി
കൊഞ്ചി പറഞ്ഞ കഥ. വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ. കിട്ടില്ലേ? നീ ഒരു സംഭവമാണ് കുഞ്ഞാറ്റെ. ഈ എനർജി ഒക്കെ എവിടെ നിന്ന് വരണത്? അതൊക്കെ നമുക്ക് സ്വതസിദ്ധമായി കിട്ടിയിട്ടുള്ള സ്വതസിദ്ധമായി കുറച്ച് കിട്ടിയതാണ്. സാധനങ്ങളാണ്. തന്നാലെ അങ്ങ് വരും അല്ലേ? കുഞ്ഞാറ്റെ, എന്തോ കുഞ്ഞാറ്റയുടെ മാർക്ക് പോരട്ടെ. 100 കിട്ടൂലെന്നറിയാ. വരി തെറ്റി. കൃത്യമായൊരു ധാരണ. ആയിരിക്കും. എനിക്ക് പാടിയലിന്റെ ടെൻഷൻ ആവുന്ന കുട്ടിക്ക് വേഗം മാർക്ക് പറ, വീട്ടിൽ പോട്ടെ. ഓക്കെ, കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് 99.25. കൂടി വരികയാണെങ്കിൽ കൂടുന്നുണ്ട്. അതെ 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 അതെ. പേടിക്കണം, നമ്മളെവിടെ സ്റ്റോപ്പ് ആയി പോയിട്ടില്ല. പ്രാവശ്യം ഞാൻ എന്തായാലും പിടിക്കും. പിടിക്കണം, പിടിക്കില്ലേ? പിടിക്കണം. സെറ്റ്. അതെ. പവറേജ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പക്ഷെ ഇന്ന് കുഞ്ഞാറ്റ പോകുന്നതിന് മുന്നേ വേറൊരു കാര്യമുണ്ട്. ആ. നമ്മുടെ ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കുഞ്ഞാറ്റയാണ്. അപ്പൊ മധു അങ്കിളുടെ വെൽക്കം ചെയ്യുന്നു കുഞ്ഞാറ്റ കുട്ടിക്കുള്ള ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ ആണോ? വേണ്ടിട്ട്. Okay. നമ്മുടെ ബില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് നൽകുന്ന ഇനി വില്ലി വൈറ്റിന്റെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക ദിവസവും. ഓക്കെ, കഴിഞ്ഞ ദിവസമുള്ള ഇതിന്റെ പരസ്യം കണ്ടിട്ട് ആണോ? അപ്പത്തേക്കും കിട്ടി. കണ്ടപ്പോഴത്തേക്കും കിട്ടിയില്ലേ? ആഹാ. ഓക്കെ, Thank you. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. ഓക്കെ, ടാറ്റാ. ടാറ്റാ. See you. ബൈ. താങ്ക് യു. Bye bye.